നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രസിഡന്റ് ട്രംപിൻ്റെ സംയുക്ത കോൺഗ്രസിലെ പ്രസംഗം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പലർക്കും തല്ലും തലോടലും കിട്ടിയെന്ന് പത്രഭാഷയിൽ പറയാം. തല്ല് കിട്ടിയവർ പ്രധാനമായിട്ടും കാനഡ, മെക്സിക്കോ, ചൈന എന്നിവരാണ്. ഇനി തലോടൽ കിട്ടിയവരാരാണെന്ന് ചോദിച്ചാൽ അതേപ്പറ്റി പറയാനില്ല. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതിയാണ് ഒരല്പം ദയനീയമായിട്ട് കണക്കാക്കേണ്ടത്. ഇന്ത്യയിൽ മേടിക്കുന്ന താരിഫ്, വിദേശത്തു നിന്ന് കാറുകളും മറ്റും കൊണ്ടുവരുന്നത് നമുക്കറിയാം. അതിനുള്ള താരിഫ് 100% എന്നാണ് ട്രംപ് പറഞ്ഞത്. 70% ഉള്ളൂ എന്ന് ഇന്ത്യൻ പത്രങ്ങൾ പറയുന്നു. പക്ഷേ ഫലത്തിൽ 150% വരുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ ഇവിടെ $50,000 കാറ് നാട്ടിലെത്തുമ്പോഴത്തേക്ക് അതൊരു 125,000 വില അവിടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സംഭവിക്കുന്നത് അവിടെ കാറുകൾ, വിദേശത്തു നിന്നുള്ള കാറുകൾ നമ്മളാരും വാങ്ങാറില്ല. അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ പോലുള്ള മാരുതി കാറൊക്കെ നമ്മൾ വാങ്ങുന്നത്. കാരണം മറ്റേത് കിട്ടാനില്ല, അതിന് കൊണ്ടുവരണമെങ്കിൽ വലിയ വിലയുമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് മാറണമെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിൽ എത്ര താരിഫ് ചുമത്തുന്നോ അത്രയും താരിഫ് ഇവിടെയും ചുമത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി അമേരിക്കയാണ്. ഏതാണ്ട് 106 ബില്യനാണ് നമ്മൾ ഓരോ വർഷവും അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം. അതിൽ ഇന്ത്യക്കാണ് അനുകൂലം. ഇന്ത്യയിൽ നിന്നുള്ള വസ്തുക്കൾ ഇവിടെ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഏതാണ്ട് 35 ബില്യൺ ഇന്ത്യക്കാണ് അനുകൂലമായിട്ടുള്ളത്. അപ്പം വ്യാപാര സർപ്ലസ് ഇന്ത്യക്കാണ്, ഇവിടെ കമ്മിയും അമേരിക്കയ്ക്ക് കമ്മിയും. ആ അവസ്ഥ മാറും ഇനി ഈ സ്ഥിതി തുടർന്നാൽ, ഈ താരിഫ് വന്നു കഴിഞ്ഞാൽ. താരിഫിൽ നമ്മൾ പ്രധാനമായിട്ടും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് ഈ ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾ. ഇവിടെയുള്ള മരുന്നുകൾ മിക്കവരും ജനറിക് മരുന്നുകൾ മിക്കതും ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അതുപോലെ മറ്റ് സാധനങ്ങൾ, ഈ നിത്യോപയോഗ സാധനങ്ങൾ പലതും ഇതൊക്കെയാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വമ്പിച്ച വില കൂടിയ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നു, വിമാനമടക്കം. അപ്പോൾ എങ്ങനെയായാലും ആ ട്രേഡ് താരിഫ് ഈക്വലായി വരുമ്പോഴത്തേക്ക് ഒരു വർഷം ഇന്ത്യക്ക് ഒരു 7 ബില്യണെങ്കിലും നഷ്ടം വരുമെന്നാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് കുറച്ച് ഗുണമായിരിക്കും. നമുക്ക് വിദേശ കാറുകളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിലെ ഈ തകരപ്പാട്ടം കൊണ്ടുള്ള കാറുകളൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിയും വരും വിദേശ കാറുകൾ വന്നാൽ. പക്ഷേ ഇതൊരു പ്രശ്നം മാത്രമാണ്. ഒരു ഉറ്റ സുഹൃത്തായ ഇന്ത്യയോട് ഈ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചതെന്നുള്ളതാണ് ഖേദകരമായൊരു കാര്യം. അപ്പോൾ അതിൽ ഈ കാനഡ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തല്ലേ. ഉറ്റ സുഹൃത്ത് മാത്രമല്ല, അമേരിക്കയുടെ ഒരു ഭാഗം പോലെയാണ് കാനഡ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കാനഡയും ബ്രിട്ടനും, ഈ 3 രാജ്യങ്ങൾ ഏകദേശം ഒരേ നിലപാടും ഒരേ രീതിയിലാണ് എന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും കാനഡയെ അമേരിക്ക അങ്ങ് പിണക്കി വിട്ടിരിക്കുന്നു. ഇപ്പം തന്നെ ഇന്നത്തെ ഒരു പ്രസ്താവനയിലും ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗവർണർ ട്രൂഡോ എന്നാണ്. ഈ താരിഫ് ഒരു മാസത്തേക്ക് അവിടെ നിന്നുള്ള കാറുകൾ, കാനഡയിൽ നിന്നുള്ള കാറുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് ഒരു മാസത്തേക്കുള്ള താരിഫ് ഇളവ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിലും ട്രംപ് വിളിച്ചിരിക്കുന്ന ഗവർണർ ട്രൂഡോ എന്നാണ്. ഒരു അയൽ രാജ്യത്തോട്, രാജ്യം ചെറുതാണെങ്കിലും ശക്തി കുറവാണെങ്കിലും അതിനെ അങ്ങനെ വിളിക്കാമോ എന്നുള്ളത് എന്നത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് ശ്രീലങ്ക പിടിച്ചെടുക്കാം, നേപ്പാൾ പിടിച്ചെടുക്കാം, ഭൂട്ടാൻ പിടിച്ചെടുക്കാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. നമ്മൾ പിടിച്ചെടുത്താൽ ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. മൗറീഷ്യസ്, പിന്നെ സിംഗപ്പൂർ, ഇതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാം. ചെറിയ ചെറിയ രാജ്യങ്ങൾ. ഇത്തിരി പോകുന്ന ഈ സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ ഒരു അഹങ്കാരികളുടെ രാജ്യം. ആകപ്പാടെ ഒരു കേരളത്തിൻ്റെ ഒരു താലൂക്കിൻ്റെ അത്രേ വലുപ്പമുള്ളൂ. പിന്നെ കാണുന്നവരെല്ലാം ചെറിയ കുറ്റങ്ങൾക്ക് ആളുകളെ അടി കൊടുക്കുകയും തൂക്കിക്കൊല്ലുക. ഈയിടയ്ക്ക് എത്രയാ 17 ഗ്രാം കഞ്ചാവ് വെച്ചതിന് ഒരു അമേരിക്കൻ യുവതിയെ തൂക്കിക്കൊന്നത് വായിക്കുണ്ടായി കഴിഞ്ഞ വർഷം, ഏതാനും മാസം മുമ്പ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങൾ ഇല്ലാതാക്കി കളഞ്ഞാൽ, നമ്മളുമായിട്ടുള്ള ഉറ്റബന്ധങ്ങളുള്ളവരെ ഒഴിവാക്കി കളഞ്ഞാൽ അതെങ്ങനെയാകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വസ്തുത. ഇപ്പോൾ ഇതിൽ അനലിസ്റ്റുകൾ പറയുന്നത് ഒരു പുതിയ അച്ചുതണ്ട് രൂപപ്പെടുകയാണ്. അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളാണ് ഈ രാജ്യങ്ങൾ. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ചേർന്നാൽ പിന്നെ അതിനെതിരെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം, റഷ്യയുമായിട്ട് ചങ്ങാത്തം കൂടുമ്പോൾ, ഇപ്പം ഈ യുക്രൈനെതിരെ UN പ്രമേയം വന്നപ്പോൾ നോർത്ത് കൊറിയ, അതുപോലെ തന്നെ റഷ്യ, അമേരിക്ക, ഇത് 3ഉം ഒരുമിച്ചാണ് വോട്ട് ചെയ്തത്, ഒരുപോലെയാണ് വോട്ട് ചെയ്തത്. റഷ്യയെ അക്രമിയെന്ന് വിളിക്കാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ ചങ്ങാതിയാണ് ചൈനയിൽ നിന്നുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ യുക്രൈനിൽ പോയി യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള വലിയ ചങ്ങാത്തമുണ്ട്. പഴയ കമ്മ്യൂണിസ്റ്റാണല്ലോ റഷ്യ. അപ്പോൾ ആ ചങ്ങാത്തം നിലനിൽക്കുന്നു. അതിൻ്റെ കൂടെ അമേരിക്കയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ ആ ക്രമം തന്നെ അങ്ങ് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ
സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ അമേരിക്കയുടെ ട്രഡീഷണൽ അലൈ നമ്മുടെ കൂട്ടുകാർ യൂറോപ്യൻസാണ്. പിന്നെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഈ രാജ്യങ്ങൾ അവരെല്ലാം ഒരു അനിശ്ചിതത്വത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ ജപ്പാൻ ഇപ്പോൾ ഒരു ഭീതിയിലായി തീർന്നിരിക്കുന്നു. ഇപ്പം റഷ്യയും ചൈനയുമായിട്ടൊക്കെ കൂടിക്കഴിഞ്ഞാൽ റഷ്യയും ചൈനയും ഒക്കെ അവരുടെ നിതാന്ത ശത്രുക്കളാണ് ജപ്പാനുമായിട്ട്. കാരണം ജപ്പാൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നതാണ്. അവരൊക്കെ പിന്നെ പണ്ടുകാലം മുതലുള്ള ട്രഡീഷണൽ ശത്രുക്കളാണ്. ഇന്ത്യക്കും ചൈന ഒരു ട്രഡീഷണൽ ശത്രുവാണ്, പരമ്പരാഗത ശത്രു. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ അമേരിക്ക കൂട്ടുകൂടിയാൽ പിന്നെ ഇന്ത്യയും ജപ്പാനും ഒക്കെ ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? അപ്പം യൂറോപ്പുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടാനായിട്ട് പോകുന്നു. അപ്പം യൂറോപ്യൻ യൂണിയൻ്റെ നേതാക്കൾ ഈയിടയ്ക്ക് ഇന്ത്യയിൽ വന്ന് സന്ദർശനം നടത്തുകയുണ്ടായി. അത് വളരെ പ്രധാനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ യൂറോപ്പുമായിട്ടുള്ള ബന്ധം പിന്നെ ഇന്ത്യ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. കാരണം അതാണ് നമുക്ക് വിശ്വസിക്കാവുന്നത്. അമേരിക്കയിൽ ഓരോ 4 വർഷത്തിലും പ്രസിഡന്റ് മാറുമ്പോൾ നയങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇന്നലെ വരെ ഈ യുക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന അമേരിക്ക പുതിയൊരു പ്രസിഡന്റ് വന്നപ്പോൾ നിലപാട് നേരെ തിരിച്ചാക്കിയിരിക്കുന്നു. അത് ശരിയാണോ? അമേരിക്കയാണ് യുക്രൈനെ സപ്പോർട്ട് ചെയ്തത്, അല്ലാതെ ഒരു പ്രസിഡന്റ് അല്ല. അപ്പോൾ പ്രസിഡന്റ് മാറുമ്പോൾ ആ നയമാറ്റം വരുന്നെങ്കിൽ അത് പിന്നെ ക്രമാനുസൃതമായും അത് പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കത്തിലും ആ രീതിയിലാണ് വരേണ്ടത്. ഇതിപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പിന്നെ ഈ പിള്ളേർ കളി പോലെ നയതന്ത്ര കാര്യങ്ങളെല്ലാം പിള്ളേർ കളി പോലെ പിന്നെ വാഗ്വാദമൊക്കെ നടത്തി തീരുമാനിക്കുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. അപ്പോൾ അത് കഷ്ടം തന്നെയാണ്. കാരണം ഇത് മനുഷ്യജീവൻ അവിടെ മനുഷ്യർ കൊല്ലപ്പെടുകയാണ്. പിന്നെ റഷ്യയിലെ മനുഷ്യരും യുക്രൈനിലെ മനുഷ്യരും. അതുപോലെ തന്നെ യുക്രൈൻ ആണ് അഗ്രസർ, അവരാണ് അക്രമി എന്നുള്ള രീതിയിൽ ആണ് ട്രംപ് പിന്നെ പ്രസ്താവന നടത്തിയത്. അതുപോലെ തന്നെ യുക്രൈൻ്റെ ഒരു 20% റഷ്യക്ക് വിട്ടുകൊടുക്കണമെന്നുള്ള നിലപാടിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വരും. ഇപ്പം ചൈന നാളെ തായ്വാനെ ആക്രമിച്ചാൽ എന്താകും സ്ഥിതി? പിടിച്ചെടുക്കാൻ എന്താകും സ്ഥിതി? ആക്രമിക്കല്ല, അവർക്ക് പിടിച്ചെടുക്കാം. ഇത്തിരി പോകുന്ന ഒരു ചെറിയ പിന്നെ ദ്വീപാണ് തായ്വാൻ. അന്നേരം അമേരിക്ക എന്ത് ചെയ്യും? അമേരിക്കയുടെ സംരക്ഷണത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പം ഏതവസരത്തിലും ഇപ്പം പിന്നെ അമേരിക്കയ്ക്ക് പിന്നെ കാനഡയെ സ്റ്റേറ്റ് ആക്കാമെങ്കിൽ ചൈനയ്ക്ക് തായ്വാനെ സ്റ്റേറ്റ് ആക്കുന്നതിലും തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സ്ഥിതിയിലേക്ക് ലോകം മൊത്തം മാറി മറിയുന്ന ഒരവസ്ഥ വരും. അപ്പം ഇതൊക്കെ ഉണ്ടാവുന്ന ആ നിലപാട് മാറ്റം, പെട്ടെന്നുള്ളൊരു നിലപാട് മാറ്റവുമൊക്കെ ഗുണകരമാണോ, ദീർഘകാലത്തേക്ക് ഗുണകരമാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് മിത്രങ്ങൾ വേണ്ടേ? മിത്രങ്ങളില്ലെങ്കിൽ ഈ USAID പറ്റി നമ്മൾ വലിയ കേമം പറയും. USAID പിന്നെ പലയിടത്തും കൊണ്ടുപോയി കാശ് കൊടുക്കുന്ന അനാവശ്യമായിട്ട് അവിടെ പിന്നെ 50 മില്യൻ്റെ കോണ്ടം വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഒരു രാജ്യത്ത്. അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ മിത്രങ്ങളെയും നമ്മുടെ ആളുകളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, നമ്മളുമായിട്ട് അനുകൂലമുള്ള ആളുകൾ. അവരിൽ നിന്നാണ് ഇൻഫർമേഷൻ കിട്ടുകയും അമേരിക്ക വൻശക്തിയായിട്ടും ഈ ലോക പോലീസായിട്ടുമൊക്കെ നിലകൊള്ളുന്നതിൻ്റെ കാര്യവും അതൊക്കെ തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതാണ് ഒരവസ്ഥ വരുന്നത്. കാരണം അമേരിക്കയ്ക്കുള്ള എല്ലാ സാങ്കേതിക വിദ്യയും എല്ലാ സൗകര്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്. യൂറോപ്പിനും ഇത്രയും റിസോഴ്സസ് അവർക്കില്ലായിരിക്കാം. പക്ഷേ അവർക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവരും അമേരിക്കയ്ക്ക് ഒപ്പമാണ്. ഇപ്പം വിമാനങ്ങൾ വാങ്ങുന്നത് ഇപ്പം ഇന്ത്യ ബോയിങ് വാങ്ങേണ്ട കാര്യമില്ല, പിന്നെ എയർബസ് വാങ്ങിയാൽ മതി, യൂറോപ്യൻ നിർമ്മിതി. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോവും. അപ്പോൾ പിന്നെ അങ്ങോട്ട് ലോഹ്യം കാണിച്ചില്ലെങ്കിൽ ആളുകൾ ഇങ്ങോട്ടും ലോഹ്യം കാണിക്കില്ല. ഒരു ബിസിനസ് രീതിയിൽ മാത്രം കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ നയതന്ത്രവും രാജ്യതന്ത്രജ്ഞതയും ഒരു ബിസിനസ് അല്ല, അത് അതിനും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. ദീർഘകാല വീക്ഷണമാണ് അവിടെ വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ മിത്രങ്ങളെ പിണക്കി വിടുകയാണോ അമേരിക്ക എന്നുള്ളതാണ് ഒരു ചിന്താവിഷയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പുതിയൊരു സഖ്യം രൂപപ്പെടുകയാണോ എന്ന് പോലും സന്ദേഹപ്പെടേണ്ടിയിരിക്കുന്നു. ഈ പലരും സഖ്യരാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ജപ്പാൻ അടക്കമുള്ള ഉറ്റ ചങ്ങാതികൾ പിണങ്ങിപ്പോകുന്ന ഒരവസ്ഥ പോലും ഉണ്ടാകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മളൊക്കെ ഇതിനെപ്പറ്റി അവബോധമുള്ളവരായിരിക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ ആരെങ്കിലും പറയുന്ന അതേപോലെ വിഴുങ്ങാൻ മാത്രം മണ്ടന്മാരൊന്നും അല്ലല്ലോ.